9 പേജുള്ള ഒരു ഡയറി കണ്ടെത്തുന്നുണ്ട്. ഡയറിയാണോ അതോ ലെറ്ററാണോ എന്നറിയില്ല. 9 പേജിൽ അദ്ദേഹം മരണകാരണമൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയണത്. ഞാൻ പറയട്ടെ, അതിൽ മരണകാരണമൊന്നുമില്ല. അതിൽ പരിശോധിച്ചാൽ ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. അദ്ദേഹം എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറേ കാശ് കിട്ടാനുണ്ട്, അദ്ദേഹം കുറേ കാശ് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മക്കളായിട്ട് നടത്തണം. ഇതൊക്കെയാണ് മൂപ്പര് എഴുതി നോക്കുന്നത്, ഒരു ഗൈഡ് ലൈനാണ് കൊടുത്തു നോക്കുന്നത്. അല്ലാണ്ട് വേറെ അതിലൊരു വസ്തുവില്ല. ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായുള്ള കാരണമുണ്ട്. ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയും. ആ ഒരു സാമ്പത്തിക സ്രോതസ്സ് പിടുത്തം കിട്ടാണ്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഇനി ജീവിച്ചിരുന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് തകർന്ന് തരിപ്പണാവും. ഒരു രൂപയില്ലാത്ത രീതിയിൽ ഇത് സകല സ്വത്തുക്കളും കണ്ടുകെട്ടും. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഈ വ്യക്തി മരിച്ചാൽ അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യങ്ങളും അതോടുകൂടി പോവുകയും ചെയ്യും. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതേപോലെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ്സിലെ അങ്ങേരെ തൊഴിലാളികൾക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് മരിക്കില്ലാണ്ട് വേറെ രക്ഷയില്ല. അതെന്താണ്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് നമ്മൾ പറയാറില്ലേ കാരണവന്മാർ? അതുപോലെ മൂപ്പര് കുറച്ച് ബിസിനസ്സിൽ കുറച്ച് ഉപ്പ് തിന്നു. ആ ഉപ്പ് തിന്നപ്പോൾ പിന്നെ വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് പോകുമ്പഴി വരെ മൂപ്പര് തപ്പി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. രക്ഷപ്പെടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം വന്നതോടുകൂടിയാണ് ആൾ ആത്മഹത്യ തിരഞ്ഞെടുത്തത്. ആത്മഹത്യ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അദ്ദേഹം ജയിലിലും, അത് ഇവിടുത്തെ ജയിലല്ല, UAE ജയിലിലാവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സകല സ്വത്തുക്കളും മരവിപ്പിക്കുകയും ചെയ്യും. സകല സ്റ്റേറ്റിൽ നടക്കുന്ന പണികളും നിർത്തേണ്ടിയും വരും. എല്ലാം ഗവൺമെൻറ്റിന് അധീനമായിട്ടിരിക്കുന്നു വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളുടെ ശതകോടികളുടെ കണക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു ഇതല്ല, അത് UAE ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. അവിടെ പോയിട്ട് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് കളിച്ചതാണ് പ്രശ്നം. ബാംഗ്ലൂർ കളിച്ച കളി അവിടെ കളിക്കാൻ പറ്റിയില്ല. അവിടെ കളിച്ചപ്പോൾ കാല് ഇടറി. ഒരിക്കലും ദുബായിൽ പോയി കളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദുബായ് സർക്കാരിൻ്റെ അടുത്ത് അവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ MR ഗ്രൂപ്പാണ് ദുബായിൽ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെന്നിട്ട് അവിടെ ഒന്ന് എന്നയ്ക്കൊന്ന് കൊടുത്തപ്പോൾ അവർക്കത് പിടിച്ചില്ല. അത് MR ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നല്ല, അവിടെ വേറെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ ആ ബിസിനസ്സുകാർക്ക് ഇതൊന്നും പിടിച്ചില്ല. അവരെന്തുണ്ടായി, കെട്ടിൻ്റെ പണി കൊടുത്തു. ഗവൺമെൻറ് അടുത്ത് പോയിട്ട് പ്രഷർ ചെലുത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ കോടികൾ ചെരിയുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ കടത്തി ഇവിടെ എത്തി, ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തിന് എന്താണ് കാശ് ഇത്രയധികം കിട്ടാനുള്ള സാഹചര്യം എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെൻറ് അന്വേഷിച്ചു. അപ്പോൾ ആ കാശിനുള്ള സോഴ്സ് കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ടാണ് ഈ